ഹായ് ഹലോ നാസിസം പാർട്ട് 2 കുറച്ചുകൂടി സിംറ്റംസാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാസിസത്തിന് ആട്ടിൻതോലിട്ട ചെന്നായയുടെ സ്വഭാവമാണ്. അവരിങ്ങനെ എപ്പോഴും അവരെ ഒരു സുപ്പീരിയർ ആയിട്ട് അവർക്ക് നിൽക്കുന്നതാണ് ഇഷ്ടം. സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ അവരാണ് ഏറ്റവും സൂപ്പർ എന്നുള്ളൊരു തോന്നലാണ് അവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ അവരെപ്പോഴും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഭയങ്കര ഉയർന്ന ഒരു വലിയൊരു പേഴ്സണായിട്ട് അവരെ നോക്കി കാണണം എന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അവർ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും. അവർക്ക് ഉള്ളിൽ ഒരു ഭയങ്കര ഫ്രസ്ട്രേഷൻ, ദേഷ്യം, അങ്ങനത്തെ ഒരു പ്രത്യേക രീതികളൊക്കെ അവർക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നല്ല വരും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള അവരുടെ കഴിവാണ്. അതായത് ഒരാൾ തൻ്റെ മുന്നിൽ അത്യാവശ്യം സ്മാർട്ടാണ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ എങ്ങനെയെങ്കിലും ആ ആളെ പറഞ്ഞ് മാനസികമായി തളർത്താൻ നന്നായി ശ്രമിക്കും. എന്നിട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളായി നിർത്താനാണ് അവരെപ്പോഴും ശ്രമിക്കുക. അതായത് അവർക്ക് എപ്പോഴും ആവശ്യം, ഇപ്പോൾ ഒരു പാർട്ട്ണർ നാർസിസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ആവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ കാര്യം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സ്ലേവിനെയാണ് ആവശ്യം, ഒരു അടിമ. അതായത് പാർട്ട്ണർ ഇപ്പോൾ നാർസിസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെയിൽ പാർട്ട്ണർ നാർസിസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫീമെയിലിനെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ അതായത് വീട്ടിലെ പണിയൊക്കെ എടുത്ത് അവരെ സെക്ഷൽ നീഡ്സിനൊക്കെ മീറ്റ് ചെയ്ത്, അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇവരുടെ മണ്ടയ്ക്ക് ഇടാൻ പറ്റുന്ന ഒരാളെയാണ് അവർക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവുക. ആ രീതിയിലേക്ക് അവരെ ഒരു ഡിപ്പെൻഡൻ്റ് ആക്കി നിർത്തുന്ന ഒരു സ്വഭാവം നാർസിസ്റ്റുകൾ കാണിക്കാറുണ്ട്. അതായത് ഇവർക്ക് വിട്ടുപോകാനുള്ളൊരു ചാൻസ് ഇവർ കൊടുക്കില്ല. കാരണം ഈ നാർസിസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഭയങ്കര ഫ്രജൈൽ കോൺഫിഡൻസ് ആണ്. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും അവർ വളരെ അടിപൊളിയാന്നുള്ള രീതിയിലൊക്കെ അവർ ആൾക്കാരുടെ മുന്നിൽ പെർഫോം ചെയ്യുമെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു അങ്ങനൊരു കോൺഫിഡൻസ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരുടെ അഡ്മിറേഷൻ വളരെ ആവശ്യമാണ്. മറ്റുള്ളവരെ ഇടയ്ക്കിടയ്ക്ക് അവരെ പറ്റി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ പണി എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഭയങ്കരമായി പൊക്കി അവർക്ക് ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ കിട്ടുമ്പോൾ മാത്രമാണ് അവർ ഓക്കെ ഞാനൊരു അടിപൊളിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ അവർക്ക് ഒരാൾ ആവശ്യമുണ്ട്. വീട്ടു ജോലിയൊക്കെ എടുത്ത്